നിനക്ക് ഷോർട്ട് ഫിലിം എടുക്കാൻ ഇതുപോലെ. ഇത് ശരിയാവില്ല സുനിലേട്ടാ, എനിക്ക് നൈറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറ തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ എച്ച് ഡിക്കാൻ വേണം. അത് നിന്നെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാനൊന്നും പറ്റൂല. അതിന് ഓപ്പറേറ്റർ, ലൈറ്റ്സ്, അതിന്റെ ബാറ്ററി എല്ലാം കൂടി കൂട്ടിയിട്ട് 4500 രൂപ വരും. ഉണ്ടോ എൻ്റെ കയ്യില്? നീ ഇതൊരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർക്കാനൊന്നും പോണില്ല. അങ്ങനെ തീർത്താൽ നാളെ നീ വലിയൊരു സംവിധായകനാവും. നീയേ ഇത് പിടിച്ചേ, എന്നിട്ട് ഡേ ലൈറ്റിലൊന്ന് ഷൂട്ട് ചെയ്ത് നോക്ക്. അത്യാവശ്യം വൃത്തിക്ക് കിട്ടും. എടാ മോനെ, നിന്റെ ഷോർട്ട് ഫിലിംസിന്റെ വ്യൂസ് കണ്ടിട്ട് നവോദയപ്പച്ചൻ വന്നിട്ട് നിന്റെ വാതിലിൽ മുട്ടാൻ പോണൊന്നുമില്ല. നീ മുട്ടേണ്ട വാതിൽ നീ തന്നെ പോയി മുട്ടണം. എടാ വിനീത, തടസ്സങ്ങൾ ഉണ്ടാവും. നമ്മൾ ഒരിക്കലും പെർഫെക്ഷന് വേണ്ടി വാശി പിടിക്കരുത്. പിടിക്കും. ഉള്ള സൗകര്യവും ബഡ്ജറ്റും വെച്ചിട്ട് നീ എങ്ങനെയും ഷൂട്ട് ഇറക്ക്. അതാണ് സംവിധായകന്റെ കടമ. തൽക്കാലം ഞാൻ ആ കടമ നിർവഹിക്കുന്നില്ല. ഓക്കെ, നിനക്ക് എത്ര സമയം വേണം? നീ പേടിക്കണ്ട. സുനിലേട്ടൻ ബൈ നേച്ചർ ഇങ്ങനെയാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും സുനിലേട്ടൻ ഞെട്ടില്ല. ഐ ആം സിംപ്ലി ബിൽറ്റ് ദിസ് വേ. ഈ സുനിലേട്ടൻ ഇത് എവിടെ പോയി കിടക്കുക? കണ്ട അമ്മാവന്മാരെയൊക്കെ വിളിച്ച് ഇതാ പ്രശ്നം. അയാൾ വല്ല നാനയും വായിച്ച് കക്കൂസിലിരിപ്പുണ്ടാവും. നിന്റെ 4 ഷോർട്ട് ഫിലിംസ് ഞാൻ അയച്ചു. അതല്ലേ ഈ സുനിലേട്ടൻ ലേറ്റ് ആയത്. ഇനി നീ സമയം കളയരുത് വിനീതേ. എത്രയും പെട്ടെന്ന് സ്ക്രിപ്റ്റ് റെഡിയാക്കണം. അത് ഹിറ്റ് അടിക്കാൻ വേണോടാ. ഇത് മൂകാംബിക ദേവിക്ക് പൂജ വെക്കാൻ ഞാൻ കൊണ്ടുപോകും. നിനക്ക് ചെയ്യാനുള്ളതൊക്കെ നീ ചെയ്തു കഴിഞ്ഞില്ലേ? ബാക്കി പകുതി നമ്മുടെ കയ്യിലല്ല വിനീതേ. അതിന് ദേവിയുടെ അനുഗ്രഹം തന്നെ വേണം.